ഹേ ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഡോൺ സേജസ് നോബ്ലേസ് എന്ന് പറഞ്ഞ ചർച്ചിന്റെ ഉള്ളിലോട്ടാണ്. ചാപ്പലും സ്കൂളും സമന്വയിപ്പിച്ചിട്ടുള്ള മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിനുള്ള സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തുറന്നിട്ടുണ്ടോ എന്നുള്ള സംശയമായിരുന്നു, പക്ഷെ തുറന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിയത്തിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ അമ്പരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നല്ല അടിപൊളിയായിട്ടുള്ള ചിത്രരചനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുവശങ്ങളിലായി തൂക്കിയിട്ടിരിക്കുന്ന വലിയ വിളക്കിന്റെ ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിന്നു. അത്രയ്ക്കും മനോഹരമായിരുന്നു അത്. ചർച്ചിന്റെ കൃത്യം മധ്യഭാഗത്തായിട്ട് ഒരു ശവകുടീരം. പണ്ട് ഇവിടുത്തെ ചർച്ച് നോക്കി നടത്തിയിരുന്ന ഈ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ശവകുടീരം ഇവിടെ വെച്ചിരിക്കുന്നത്. അച്ഛന്റെ പ്രതിമ പോലത്തെ രൂപമാണ് ആ ശവകുടീരത്തിന്റെ മേളിലായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, മാർബിൾ തന്നെ. കർദിനാൾ സെലീസയുടെ ശവകുടീരം കണ്ട ശേഷം നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു. നിലവിൽ ചർച്ചിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചർച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗത്തേക്കാണ്. എന്ന് നമുക്ക് പോയാൽ തൊളയത്തോലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു കിണർ കാണിച്ചു തരാം. ഇതാണ് തൊളയത്തോലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു കിണർ. അതായത് നിങ്ങൾ വിശ്വസിക്കില്ല, ഇത് കപ്പിയും കയറുമാണ്. ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം വെള്ളം. ഇതിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടേക്കാണ്. പക്ഷേ ഓ മൈ ഗോഡ്, ഇറ്റ്സ് വെരി സ്മോളസ്റ്റ്. ഈ കുഞ്ഞു കിണറിന്റെ അടുത്ത് തന്നെ നമ്മൾ ചെറിയൊരു ചെമ്പുതൊട്ടിയും കണ്ടു. ചെറിയ കുഞ്ഞുങ്ങളുടെ സ്നാനമൊക്കെ നടത്തുന്നത് ഈ ചെമ്പുതൊട്ടിയിൽ വെച്ചിട്ടാണ്. കിണറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കോരിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ചെമ്പുതൊട്ടിയുടെ ഉള്ളിലാണ് സ്നാനം നടത്താനുള്ള എല്ലാ വിധത്തിലുള്ള സജ്ജീകരണം ചെയ്യുന്നത്. നമുക്കിനി ചർച്ചിന് ചുറ്റും ഒന്ന് കാണാം. നാലുകെട്ട് വീടുകളെ പോലെ തന്നെ നാല് വശവും കെട്ടിയിട്ടാണ് ചർച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മധ്യഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഉദ്യാനവും ഉണ്ട്. ചർച്ചിന്റെ ചുറ്റും അധികമൊന്നും വെളിച്ചമില്ലാത്ത അന്ധകാരമാണെങ്കിൽ ഉദ്യാനത്തിന്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ തന്നെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദ്യാനത്തിൽ നിന്ന് പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ചർച്ചിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന വേറൊരു ചർച്ച് കാണാൻ പറ്റും. ടൊളേദോയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കത്തീഡ്രൽ ചർച്ചാണിത്. ചർച്ചിന്റെ ചുറ്റും നടന്ന് എല്ലാ മുറിയും കണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോഴുണ്ടാ ഒരു മുറി തുറന്നിട്ടിരിക്കുന്നു. അതിന്റെ ഉള്ളിലാണ് മെയിൻ കൊയർ ഗ്രൂപ്പ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പട്ടുവസ്ത്രങ്ങൾ വെച്ചിരിക്കുന്ന റൂം പോലത്തെ റൂം. അത് കണ്ട് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീഞ്ഞുണ്ടാക്കുന്ന വലിയൊരു ഭരണി കണ്ടു. ഈ പള്ളിയും പള്ളിയിൽ വെച്ചിരിക്കുന്ന ഓരോ പാത്രങ്ങളും ബൈബിളും എല്ലാം പഴയതാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ പള്ളിയിൽ അച്ഛന്മാരും കന്യാസ്ത്രീമാരും പള്ളിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അവർ എന്തൊക്കെയാണോ ഉപയോഗിച്ചിരുന്നത് അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.